വളരെ ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് പി സി ഒ ഡിയും പി സി ഒ എസും. ഇത് രണ്ടും ഒന്നാണോ? അല്ല. പി സി ഒ ഡി ആണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അത് പി സി ഒ എസ് ആയിരിക്കും. നേരെ തിരിച്ചും സംഭവിക്കാം. പി സി ഒ ഡി, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് അണ്ഡാശയത്തിൻ്റെ അല്ലെങ്കിൽ ഓവറിയുടെ ഒരു കണ്ടീഷനാണ്. ഇതിൽ ഓവറിയിൽ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പി സി ഒ ഡിയിൽ ലക്ഷണങ്ങൾ കുറവായിരിക്കും. ചിലർക്ക് ഇത് ഓവുലേഷനെ ബാധിക്കാതെയും ഇരിക്കും. ഹോർമോൺ ഇംബാലൻസസ് ഇതിൽ ഉണ്ടാവാം, പക്ഷെ പൊതുവെ ചെറിയ രീതിയിലുള്ള പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും. പലപ്പോഴും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് മാത്രം നമുക്കിത് മാറ്റിയെടുക്കാനും പറ്റും. എന്നാൽ പി സി ഒ എസ്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, കുറച്ചുകൂടി ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഡിസോർഡർ ആണ്. ഡയബറ്റീസ് ഒക്കെ പോലെ നമുക്കിതിനെ കരുതാം. ഇതിൽ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുകയും ഓവുലേഷനെയും ഗർഭധാരണത്തെയും ഒക്കെ ബാധിക്കുകയും ചെയ്യും. പലപ്പോഴും മരുന്നുകൾ നിർബന്ധമായിട്ട് തന്നെ വേണ്ടി വരികയും സിവിയർ ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ കുറച്ച് ദീർഘകാല ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരികയും ചെയ്യാം. പി സി ഒ ഡിക്കാണെങ്കിലും പി സി ഒ എസിനാണെങ്കിലും ഡയറ്റും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് മനസ്സിലാക്കി അതനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും.